ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പരാജയങ്ങൾ ഉണ്ടാവുന്ന സമയത്ത്, ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു മത്സര പരീക്ഷകൾക്ക് വിജയിക്കാൻ സാധിക്കാതെ വരുന്ന സമയത്ത് നമ്മളിൽ പലരും ഒരുപാട് വാട്ട് വി ക്യാൻ സേ ഫ്രസ്ട്രേറ്റഡ് ആവാറുണ്ട്. ഒരുപാട് സ്ട്രെസ്ഡ് ആവാറുണ്ട്, ഒരുപാട് സങ്കടപ്പെടാറുണ്ട്. അത് ഏതൊരു മനുഷ്യന്മാർക്കും അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ സംഭവിക്കുന്നത് തന്നെയാണ്. പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇൻസൈറ്റ് ദുബായിലൊരു മ്യൂസിയം സഞ്ചരിച്ച സമയത്ത്, ഒരു മ്യൂസിയത്തിൽ വിസിറ്റ് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടി. നിങ്ങളിൽ ഒരു പക്ഷേ പലർക്കും അറിയുന്നതായിരിക്കും. ലോകത്ത് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള പെർഫ്യൂമായിട്ട് നമ്മൾ പറയുന്നതാണ് ഊദ് എന്നുള്ളത്. ഓക്കെ, എങ്ങനെയാണ് ഈ ഊദ് ഉണ്ടാവുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു രസകരമായൊരു കഥയായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഊദ് ഉണ്ടാവുന്നത് അഗർവുഡ്, അക്യുലേറിയ എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റിൽ നിന്നാണ്. ആ പ്ലാന്റിൽ നിന്ന് എങ്ങനെയാണ് ഈ പ്ലാന്റിൽ നിന്ന് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ, ഈ പ്ലാന്റിനെ ഒരു ഫംഗസ് ഇൻഫെക്റ്റ് ചെയ്യും. അപ്പോൾ ഫംഗസ് ഒരു അസുഖമുണ്ടാക്കും, ഈ പ്ലാന്റിന് ഒരു രോഗമുണ്ടാവും. ആ രോഗത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഈ പ്ലാന്റ് ഒരു റെസിൻ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഒരു രോഗത്തിന് അല്ലെങ്കിൽ ആ ഒരു ഇൻഫെക്ഷനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഈ പ്ലാന്റ് ഒരു റെസിൻ, അതായത് ഒരു കെമിക്കൽ അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അത് കുറേ കാലങ്ങൾക്ക് ശേഷം ആ ഒരു റെസ്പോൺസ്, ആ റെസിനാണ് പിന്നീട് ഊതായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. രസകരമായൊരു കാര്യം, ഈ ഒരു അഗർവുഡിലെ ഓൾമോസ്റ്റ് ലെസ് ദൻ 2% ഓഫ് പ്ലാന്റുകൾക്ക് മാത്രമേ ഈ ഫംഗസ് ഇൻഫെക്ഷൻ ഉണ്ടാവുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ആ 2% ഓഫ് പ്ലാന്റുകൾക്ക് മാത്രമേ ഊതുണ്ടാക്കാൻ കഴിയുള്ളൂ, ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള പെർഫ്യൂം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് അല്ലെങ്കിൽ ഒരുപാടുള്ള ആ അഗർവുഡ് ട്രീയിലെ, അക്യുലേറിയ ട്രീയിലെ ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന, പ്രതിസന്ധികൾ ഉണ്ടാവുന്ന, പരാജയങ്ങൾ ഉണ്ടാവുന്ന, പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന പ്ലാന്റിന് മാത്രമാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെർഫ്യൂം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അതും ഉണ്ടാക്കപ്പെടുന്നത് എവിടെ വെച്ചിട്ടാണ്? അതിൻ്റെ ഡിഫൻസ് മെക്കാനിസത്തിലൂടെയാണ്. ആ ഒരു ഇൻഫെക്ഷനെതിരെ അത് ചെയ്യുന്ന, അപ്പോൾ നമ്മളൊരു പരാജയപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊരു പ്രതിസന്ധിയിൽ ഉണ്ടാകുന്ന സമയത്ത്, നമ്മൾ ആഗ്രഹിച്ച ഒരു ഗോള് നമുക്ക് നേടിയെടുക്കാൻ പറ്റാൻ സാധിക്കാത്തൊരു സമയത്തൊക്കെ നമ്മൾ അതിനെതിരെ നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. അതുപോലെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അപ്പോൾ 98% ഈ പ്ലാന്റിൽ അങ്ങനെ ഉണ്ടാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും മനഃപൂർവ്വം ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാറുണ്ടെന്നാണ് പറയുന്നത്, വേണ്ട ഊത് ലഭിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതൊരു ഒറിജിനൽ ഊതിൻ്റെ അത്ര ക്വാളിറ്റി ഉണ്ടാവാറില്ല എന്ന് പറയപ്പെടുന്നു. അപ്പോൾ മനസ്സിലാക്കുക, ജീവിതവും ഇതുപോലെ തന്നെയാണ്. ഒരു പക്ഷേ നിങ്ങൾക്കുണ്ടാവുന്ന പരാജയങ്ങൾ, നിങ്ങൾക്കുണ്ടാവുന്ന പ്രതിസന്ധികൾ, അതിനെതിരെയുള്ള റെസ്പോൺസുകൾ, ആ റെസ്പോൺസിന് വേണ്ടിയിട്ട് നിങ്ങൾ എടുത്തിട്ടുള്ള ശക്തികൾ, നോളേജുകൾ, അപ്സ്കില്ലിംഗ് ആയിരിക്കാം നിങ്ങളെ തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ വിജയിച്ചാലും പ്രതീക്ഷിച്ച സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് പോലെ നിങ്ങൾ ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കുക, നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുക.